അൻവറകാക്കൊന്ന് വിളിച്ചു നോക്കാം. ഹലോ, ഹലോ, എന്തൊക്കെയുണ്ടോ വിശേഷം? ഓക്കെ അല്ലേ? എന്തൊക്കെയാണ് മോനെ വിശേഷം? യുദ്ധമൊക്കെ കഴിഞ്ഞാ? ഞമ്മക്ക് എന്ത് യുദ്ധം? യുദ്ധം ഇങ്ങക്കല്ലേ? ഇപ്പൊ നാട്ടിൽ ഇലക്ഷൻ അല്ലേ? ഇലക്ഷൻ യുദ്ധല്ലേ? കളിച്ച കളി തന്നെ അല്ലേ? ഭയങ്കര പ്രചരണ അവിടെയൊക്കെ. ബട്ട് കാര്യമില്ല, നമ്മള് നോട്ടക്കുത്തും. എന്റെ വോട്ട് കൊണ്ട് ആരും അങ്ങനെ ജയിക്കണ്ട. ബെസ്റ്റ്. നിങ്ങൾക്കൊന്നും വിവരല്ലേ കൈമാരെ? നമ്മളെ നാട്ടില് എന്താ പറയാ, നമുക്കെന്ന് പറയാനും നമുക്ക് ആകെ കൂടി തരുന്ന ഒരു അവകാശം വോട്ടവകാശം. അത് മര്യാദക്ക് ബുദ്ധിക്ക് ഉപയോഗിക്കാന്നല്ലാതെ അത് ആർക്കും നായ്ക്കും ഇരിക്കും ഇല്ലാണ്ടാക്കിയാലേ സമാധാനമുള്ളൂ. അത് നിനക്ക് അറിയാഞ്ഞിട്ടാ, നോട്ടൊക്കെ ഇപ്പൊ ഭയങ്കര വാല്യൂ ആണ്. എങ്ങനെയാണ്? അതെന്താണ് അങ്ങനെ ഒരു ടോക്ക്? പിന്നെ ഞാൻ പറയാത്തതാണല്ലോ കുറ്റം. കണ്ട വാട്സപ്പ് ഫോർവേഡ് മെസ്സേജും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ ആരൊക്കെയോ പടച്ചു വിടുന്ന മെസ്സേജും കണ്ടിട്ട് പിന്നെ വെളിവേട് വിളിച്ചു പറഞ്ഞാൽ പിന്നെ അപ്പൊ ദേഷ്യപ്പെടാതെ നിൽക്കും. പിന്നെ എന്തിനാ ഈ നോട്ട? നമുക്ക് നോട്ടാന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ആർക്കും വോട്ട് ചെയ്യാൻ, ഒരു വോട്ട് ചെയ്യാൻ ആർക്കും വോട്ട് ചെയ്യാൻ താല്പര്യമല്ല എന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ മാത്രമാണ് നോട്ട. അല്ലാതെ നിങ്ങളൊക്കെ മനസ്സിൽ ചിന്തിച്ചു വെച്ചിരിക്കണ മാതിരി നോട്ട ലീഡിൽ വന്നു കഴിഞ്ഞാല് അവിടുത്തെ സ്ഥാനാർത്ഥികളൊക്കെ വന്നിട്ട് എന്താക്കും, അയോഗ്യരാക്കും. ഒന്നുമില്ല. നോട്ട ലീഡ് ചെയ്ത രണ്ടാം സ്ഥാനത്ത് ആരാണോ വരുന്നത് അവരെ വിജയമായിട്ട് പ്രഖ്യാപിക്കും. അത്രയേ ഉള്ളൂ. പിന്നെ ഏകദേശം നീലഗിരിയിൽ മാത്രം 2014 തോന്നുന്നു നോട്ടക്ക് മാത്രം കിട്ടിയത് 47,000 വോട്ടാ. നമ്മൾ ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം അത് അത്ര ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കണം. നമ്മളെ നാടിന് ആരാണോ ഉപയോഗിക്കുന്നത്, ആരാണോ മെച്ചം എന്നുള്ളത് പറയാം. നീ ആർക്കോ ചെയ്യുക, അതിപ്പോ ഭരണവശോ പ്രതിപക്ഷോ ഒന്നല്ല. പക്ഷെ ചെയ്യുന്നതിന്റെ മുന്നേ സ്ഥാനാർത്ഥികളെ പറ്റി നല്ലോണം പഠിച്ചിട്ട് അവര് നമ്മളെ നാടിന് എന്ത് ചെയ്തു, അവരുടെ മുന്നണികൾ നാട്ടിൽ എന്ത് ചെയ്തു എന്നുള്ളതൊക്കെ ചിന്തിച്ചിട്ട് സ്ഥാനാർത്ഥിനെ ചൂസ് ചെയ്യണം. നമ്മൾ ഇലക്ഷൻ വരുമ്പോൾ മറന്നു പോകണ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചേരട്ടെ.